Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming for you? അതാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജനറിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hello, group number 1. What major blessings are coming for you? നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി? Forgiveness. Stop focusing your energy on past events, for life is too precious to waste. You create your reality by what you think, dream and imagine. Alright. So ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ചില ഡിസിഷൻസ് എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് അത് ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ശ്രമിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വീണ്ടും അവസരം കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങൾ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് കോൺസ്റ്റന്റ് ആയിട്ട്, എന്താണോ സ്വപ്നം കാണുന്നത്, എന്താണോ ഇമാജിൻ ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, വറി ചെയ്യുന്നത് ഓർ ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് റീഫ്രെയിം ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും റീകണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ഓർ ചില ആളുകളായിട്ട് റീകണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ചില സ്പെഷ്യൽ ആളുകളായിട്ട് റീകണക്ട് ചെയ്യാൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പാസ്റ്റിൽ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഏതെങ്കിലും വ്യക്തികളായിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലോ റിലേഷൻഷിപ്പിലോ ഫാമിലി സിറ്റുവേഷനിലോ ആയിരിക്കാം. സോ ഒരാൾ നിങ്ങളുടെ അടുത്ത് മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ശ്രമിച്ചു നോക്കുക, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ എന്തിനാണ് വീണ്ടും സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. Forgiveness. So ചില കാര്യങ്ങൾ നിങ്ങൾ forgive ചെയ്യേണ്ടതായിട്ടുണ്ട്. Playfulness is the best therapy. Have some fun together and remember love is the greatest healer. Alright. So നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സ്നേഹത്തില് നിങ്ങളുടെ ഫീലിംഗ്സിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഫ്രീഡം കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഒരു പ്ലേഫുൾ മൂഡിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ട് നിങ്ങൾ അലോ ചെയ്യാൻ, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു ഫ്രീഡം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയത്ത് വലിയ സീരിയസ് ആക്കി എടുക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില ആളുകളായിട്ട് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് നിങ്ങൾ അങ്ങനെ മനസ്സ് തുറന്ന് ചിരിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ആ ഒരു ചിരി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ സ്മൈൽ ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നതും ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നതുമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ലൈഫില്, റിലേഷൻഷിപ്പില്, പാർട്ട്ണർഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങും അതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടോ അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ സീരിയസ് ആക്കി ഡീൽ ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻ. ഓക്കെ, സോ അത് ചില ആളുകളുമായിട്ട് നിങ്ങൾക്ക് അതുപോലെ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിലൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ചില ഫിസിക്കൽ ഇന്റിമസി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളൊരു റൈറ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. സോ മേ ബി അതൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങള് പാസ്റ്റിലെ കാര്യത്തിൽ തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അത് മാറ്റി വെക്കരുത്. കാരണം ഇത് ചില ആളുകൾക്കുള്ളൊരു മെസ്സേജ് ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ
സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ പാസ്റ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതിന് ഇപ്പോഴും പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് വേറൊരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു കാര്യം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ചില കാര്യങ്ങൾ നിങ്ങൾ ഫൊർഗീവ് ചെയ്യണം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ എനർജി അത് മേ ബി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ എനർജി അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. എവിടെയാണോ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റാത്തത് അവിടെ തന്നെ ആയിരിക്കണം നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അത് ചില ആളുകളായിരിക്കാം, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സറിഞ്ഞ് ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഫൊർഗീവ് ചെയ്യണം, നിങ്ങൾ ഇത് വിട്ടിട്ട് വരണം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ മനസ്സ് തുറന്ന് റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അത് ചില ആളുകൾക്ക്, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് അത് റിലേഷൻഷിപ്പിലാണ് ഇതുപോലത്തെ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറുടെ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര ഒരു സന്തോഷം ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് അതുപോലെ സന്തോഷം തോന്നിപ്പിക്കുന്ന ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസും ചെയ്യുന്നോണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ ഇതുപോലത്തെ അവസരങ്ങൾ വരുന്ന സമയത്ത് അലോ യുവർ സെൽഫ്, ആ ഒരു എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അത് ഫ്ലോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കാം. ഓൾറൈറ്റ്, സോ എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. What major blessings are coming for you, group number 1? ഓക്കെ, സോ ചില ആളുകൾക്ക് സെപ്പറേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, അത് എസ്പെഷ്യലി നിങ്ങളുടെ പാസ്റ്റ് ഐഡന്റിറ്റി, ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, പേഴ്സണൽ ലൈഫിലായിരിക്കാം. ഓക്കെ, ഈവൻ ലൈക്ക് അത് ചില ആളുകൾക്ക് നിങ്ങൾ ഫൊർഗീവ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കാം. നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു പോയിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ലൈഫ് ഇപ്പോഴും ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഫൊർഗീവ് യുവർ സെൽഫ്. നിങ്ങൾ ഇനിയും അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കാം. കാരണം നിങ്ങൾക്ക് പല ഏരിയാസിൽ ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഓർ പേഴ്സണൽ സിറ്റുവേഷൻ. ചില ആളുകൾക്ക് അത് ഹെൽത്തും ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഓൾറൈറ്റ്, സോ വാട്ട്സ് എ മെസ്സേജ് ദാറ്റ് ഐ ആം ഗെറ്റിംഗ് ഗ്രൂപ്പ് നമ്പർ 1? ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുവരെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി അത് എപ്പോഴും മാറിപ്പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ കുറെ കാലമായിട്ട് അതേ അവസ്ഥയിൽ പോയത് കൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്, അത് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ടൈമിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. അത് നിങ്ങളുടെ ആരോഗ്യം മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള ജോബ് ആയിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ പഴയതുപോലെയല്ല, നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചില ആളുകള് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എസ്പെഷ്യലി ഫിസിക്കലി വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഹെൽത്തോ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കാൻ പോവാണ് മുന്നോട്ട് വരുന്ന സമയത്ത്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചേഞ്ച് ആണ്. ആളുകൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ച് വരുത്തുന്നുണ്ടായിരിക്കണം. ബോഡിയിൽ എന്തെങ്കിലും ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നതായിരിക്കാം, ഫിറ്റ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിരിക്കാം. അതുപോലത്തെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫർമേഷനും നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ഓൾറൈറ്റ്, അത് ചില ആളുകളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാറുണ്ട് അല്ലെ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ഫേസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തു എന്നുള്ളതും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ ഒരു ടൈമിൽ വരെ നിങ്ങൾ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷന് എസ്പെഷ്യലി നിങ്ങളെ കാണുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം കുറച്ച് മുൻപ് വരെ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇതുപോലത്തെ ഇമോഷൻസ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ വളരെ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് ആരുടെങ്കിലും കൂടെ നിൽക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് കാണുന്ന സമയത്ത് ആളുകൾക്കും സന്തോഷമാണ്.
ഓക്കെ. സോ നിങ്ങൾ ഇത്ര മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് കുറെ കാലമായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഇത്ര സമാധാനമായിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നത് അല്ലെങ്കിൽ ആരുടെയും കൂടെ നിൽക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു വേർഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ബ്ലെസ്സിംഗിലേക്ക് ഓൾറെഡി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു മന്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രാബ് ഇറ്റ് because this is your divine time. Group number 1, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം കൊണ്ട് എവിടെയെങ്കിലും പാസ്റ്റിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമോൺ, കാരണം നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ് എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഫൈനലി നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, മനസ്സറിഞ്ഞ ഒരു വ്യക്തിയുടെ കൂടെ ചിരിക്കുന്നുണ്ട്, ഗ്രേറ്റ് ഫിസിക്കൽ ഇന്റിമസി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, blessings are coming for you. Group number 1, സോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് തോന്നാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോവാൻ തോന്നാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലാൻ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇനീഷ്യേറ്റ് ചെയ്യാം. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മള് ലൈഫിൽ എല്ലാവരും നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നോളണമെന്നില്ല. ഓക്കെ, ഇപ്പം എല്ലാ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്ന ആളുകളും നമുക്ക് നല്ലതായിക്കൊള്ളണമെന്നില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാവരും വളരെ മോശമായിട്ടുള്ള ആളുകളും ആയിക്കൊള്ളണമെന്നില്ല, അല്ലെ? സോ ചില ആളുകളെ നമുക്ക് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നായിരിക്കാം നമ്മള് അവരെന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? മിസ്റ്റേക്ക് എന്നായിരിക്കാം കൂടുതൽ പരസ്പരം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. സോ ചില ആളുകളുടെ റിട്ടേൺ അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകളുടെ ലൈഫിലേക്ക് പോകുന്ന ഒരു തിരിച്ചുപോക്ക് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതും നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ചില റിട്ടേൺസിന്റെ ടൈം ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സറിഞ്ഞൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓർ നിങ്ങൾക്ക് നിങ്ങളെ കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം കുറെ കാലമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആൻഡ് ഫൈനലി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ദിസ് ഇസ് ദ റൈറ്റ് വൺ, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ, റൈറ്റ് സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ ഇത് മേ ബി ഒരു ടൈമിൽ നിങ്ങൾ അറിഞ്ഞ കാര്യമായിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ ശേഷം നിങ്ങൾ വീണ്ടും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വലിയൊരു ആഗ്രഹമാണെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ ആരാണോ വരുന്നത് അവർ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നത് അത്ര ഇന്റൻസ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ റൈറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ആ ഒരു റൈറ്റ് മൊമെന്റ് ഇല്ലാതാക്കാതിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ മറ്റൊരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഫൈനലി എൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ കാരണം ആ ഒരു കാര്യമാണ് നിങ്ങൾ പലതിലേക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളായിട്ട് തന്നെ, കാരണം നിങ്ങൾ അലോ ചെയ്യുന്നുണ്ടായിരിക്കില്ല ഓക്കെ ഒരു ഫ്ലോയിലേക്ക് വരാൻ. Alright, so that is group number 1. നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hello, group number 2. What major blessings are coming for you? Group number 2. See, group number 2 എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തോന്നാണ്. ബിക്കോസ് ഐ ഡോണ്ട് നോ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി നിങ്ങളെ വളരെ ജെന്റൽ ആയിട്ട് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. മെന്റലി ആയിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം. നിങ്ങൾ മേ ബി സെൻസിറ്റീവ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ വളരെ സെൻസിറ്റീവ് ആവുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ എന്താണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? റിഫ്ലക്ഷൻ. Give each other space
at the moment. Trust and have faith that all will work out for the best. Alright? So ഈ ഒരു സമയത്ത് എക്സാക്ട്ലി ലൈക്ക് യുനോ അതായിരിക്കാം മേ ബി നിങ്ങൾ കുറച്ചുകൂടി ഒരു സൈലന്റ് ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഷൗട്ട് ചെയ്യാനോ ഒരുപാട് ചേസ് ചെയ്യാനോ ഒരുപാട് ബഹളം വെക്കാനോ പാടില്ലാത്തൊരു ടൈം ആയിരിക്കാം. ഓക്കെ, നിങ്ങളൊരു സൈലൻസ്, നിങ്ങളൊന്ന് പുറകോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു റിയാക്ഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നോ അത് നിങ്ങളുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് പോലെ. ഓക്കെ, സോ ചില കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട്, സ്പേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ആൻഡ് സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ചില കാര്യങ്ങളിൽ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതൊന്നൊരു സ്പേസ് കൊടുക്കാം. ഓക്കെ, ഒരുപാട് ഷൗട്ട് ചെയ്തുകൊണ്ടോ ഒരുപാട് സങ്കടപ്പെട്ടതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ അത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരുന്നില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളൊരു ഗ്രേറ്റ് അവേക്കനിങ്ങിനായിട്ട് നിങ്ങൾ പിറകോട്ട് നിൽക്കേണ്ട ടൈമാണ്, നിങ്ങൾ ഹൈഡ് ചെയ്യപ്പെടേണ്ട ഒരു ടൈമാണ്. ഓക്കെ, ഒരു ബട്ടർഫ്ലൈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പോലെ. സോ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് നിങ്ങളുടെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോം ചെയ്തു വരാണ്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ പോലെ ഫോം ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ പോലെ ഫോം ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നശിച്ചു പോയി, ഇല്ലാണ്ടായി പോകും, അതാരും കാണാൻ പാടില്ല. അത് വളരെ ജെന്റിൽ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. സോ നിങ്ങളുടെ സിറ്റുവേഷനും അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു സോളിറ്റ്യൂഡ് ഉണ്ടാവണം, നിങ്ങൾ മാറി നിൽക്കണം, നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈവൻ സൗണ്ട് പോലും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചെറിയ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യുന്നുണ്ടായിരിക്കണം അത്. ഓക്കെ, മേ ബി ദാറ്റ്സ് ദ റീസൺ മൈ സ്പിരിറ്റ് ആസ്കിങ് മീ ടു സ്പീക്ക് ജെന്റ്ലി. വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങളെ ലൈക്ക് ഒരു ന്യൂ ബോൺ ബേബി പോലെ നിങ്ങൾ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ തോന്നാണ് ഗ്രൂപ്പ് നമ്പർ 2, ബിക്കോസ് യു ആർ ലൈക്ക് ദാറ്റ് നൗ. ഓൾറൈറ്റ്, സോ പുതിയ ഫീലിങ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യാണ്, ഒരു ആദ്യമായിട്ടുള്ള ഒരു പെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു കുട്ടിക്ക് ബർത്ത് കൊടുക്കുന്നത് പോലെ അമ്മ ആ ഒരു പെയിൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, അത് നിങ്ങൾ പല സിറ്റുവേഷനും നിങ്ങൾ റിലേറ്റ് ചെയ്യാം. മേ ബി ലൈക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുന്നതായിരിക്കാം, ആദ്യമായിട്ട് സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ആദ്യമായിട്ട് ചില കണക്ഷന്റെ സെപ്പറേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകളായിട്ടുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവ് ആക്കുന്നത്. Alright. When it comes to matters of the heart, there is no right or wrong. Every choice you make expands your understanding of life and love. Exactly. Group number 2, നിങ്ങൾ like ഒരു ന്യൂ ബോൺ ബേബി പോലെയാണ്. ഓക്കെ, സോ അവിടെ ആ ഒരു കുട്ടി ചെയ്യുന്ന ശരി തെറ്റുകളില്ല. തെറ്റെന്തായാലും ചെയ്യണം, വീഴണം എന്നാലേ പഠിക്കുള്ളൂ, തെറ്റ് ചെയ്യണം എന്നാലേ മനസ്സിലാവുള്ളൂ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സെൽഫ് എക്സ്പാൻഡ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കണം, നിങ്ങൾ വീഴണം. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് വളരെ സെൻസിറ്റീവ് ആയി പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ജേർണി ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾ ഒരുപാട് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ആദ്യമായിട്ടായിരിക്കും ചില ആളുകൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സൈക്കിക് എബിലിറ്റി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ അതാണ് ലൈക്ക് നിങ്ങൾക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നാച്ചുറലി നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഒന്നും പരിചയമുള്ള കാര്യങ്ങളായിരിക്കില്ല സംഭവിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് ശരീരത്തിന് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളത് ആദ്യമായിട്ട് കണക്ട് ചെയ്യണം.
ഓക്കെ. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാം. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയേറെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം, എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ ചില മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കോട്ടെ, ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വന്നോട്ടെ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ചില ആക്ഷൻസ് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കരുത്. മേ ബി ലൈക്ക് ആ ഒരു മിസ്റ്റേക്കിലൂടെയോ അല്ലെങ്കിൽ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ വന്നാലേ മേ ബി നിങ്ങളവിടെ വീണ് വന്നാലേ നിങ്ങൾക്ക് അവിടെ നിന്ന് നടന്നു പോകാൻ സാധിക്കുള്ളൂ. ഒരു കുട്ടീനെ പോലെ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ദാറ്റ് ഫോർ എ ഗുഡ് റീസൺ, ഓർ നിങ്ങളുടെ ഒരു പാത്ത് ആയിരിക്കാം അത്. മേ ബി ഈ ഒരു മിസ്റ്റേക്ക് ചെയ്താലേ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ലൈഫിൽ പേർപ്പസ് ആയിട്ട് വരുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം. ചില ഇന്റൻഷൻ ആയിട്ട് നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാനോ നിങ്ങളുടെ ജേർണിയിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാനോ ഓരോ ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള വ്യക്തികളോ സിറ്റുവേഷൻസോ നിങ്ങൾ പേർപ്പസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് അത് സെർവ് ചെയ്ത് പോകും. ചില കാര്യങ്ങൾ സംഭവിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജേർണിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ. സോ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും അത് മേ ബി നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. സോ അതുകൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ട് നിന്ന് പോരുത് അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത്. ഓക്കെ. കാരണം ഈ ഒരു ജേർണിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിക്കൊള്ളണമെന്നില്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങളുടെ ജേർണി ഇനി കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന സമയത്ത് കുറച്ചു നിങ്ങളിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ട ഒരു ജേർണി ആയിരിക്കാം. കാരണം അവിടെ വേറൊരാൾക്കും എൻ്റർ ആവാൻ പറ്റില്ല, വേറൊരാൾക്കും അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് ആയിട്ടുള്ള കഴിവുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ പേർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ബാക്കി എല്ലാ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളോ സിറ്റുവേഷനോ ആയിരിക്കാം. സോ ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ വരും, ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. ഓക്കെ. സോ അതുവരെ എന്തൊക്കെയാണോ ലൈഫിൽ സംഭവിക്കുന്നത് ജസ്റ്റ് ഒരു കാഴ്ചക്കാർ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടുപോവാ. ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ട്, ഓക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്ത് പോവാണ്. സോ ഓരോ തവണ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കാഴ്ചകളും എക്സ്പീരിയൻസും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ജേർണി പോകേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 2. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സെൽഫായിട്ട് കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടുതൽ, നിങ്ങളുടെ ആത്മാഭിമാനം ഒരുപാട് ഉയർത്തുന്ന ഒരു തലത്തിലേക്ക് ചില സിറ്റുവേഷൻസ് ലീഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിക്കൊള്ളണമെന്നില്ല എല്ലാ ആളുകൾക്കും. കാരണം ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയാണ്, സ്പിരിച്വൽ അവേക്കനിങ് ആണ്. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഒരു കുട്ടി ജനിച്ച് പെട്ടെന്ന് പിറ്റേന്ന് തന്നെ അത് എണീറ്റ് ഓടില്ല, അല്ലെ? സോ അതിന് ടൈം വേണം. ഓരോ ടൈമിൽ അത് സ്ലോലി ആണത് ഗ്രോ ചെയ്തു വരിക. സോ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും അങ്ങനെയാണ്. ഓക്കെ. സോ ചില കുട്ടികൾ പെട്ടെന്ന് പഠിക്കും, ചില കുട്ടികൾക്ക് ടൈം വേണം, അല്ലെ? സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾ ടെംപ്റ്റ് ചെയ്യുന്നത് അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരിക. അത് ഈവൻ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ സോ ഓക്കെ. ലൈക്ക് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വന്നാലേ നമുക്കത് വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. സോ എന്താണോ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവെക്കുന്നത് അത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കാം. ഓക്കെ. കാരണം മേ ബി ലൈക്ക് ചില ആളുകൾക്ക് ചില സിറ്റുവേഷൻ, ചില ആളുകളായിരിക്കാം നിങ്ങൾക്കൊരു ലെസൺ ആയിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യം സെർവ് ചെയ്താലേ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് അടുത്ത വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിരിക്കാം. സോ ചില കാര്യങ്ങൾ ഇതുപോലെ മനസ്സിലാക്കി നിങ്ങൾ കണക്ട് ചെയ്ത് മുന്നോട്ട് വരാം. സി എക്സാക്ട്ലി. കാരണം നിങ്ങൾക്കൊരു പാത്ത് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ അതിലേക്ക് എത്താന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം, ഒബ്സ്റ്റാക്കിൾസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു ജേർണിയിൽ, ഈവൻ നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഓക്കെ, ബിക്കോസ് യു ആർ ഡിവൈൻലി ഗൈഡഡ്. സി
നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സോളിന് അറിയാം നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട് ഫ്രം ദ ഡിവൈൻ. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ് ഓർ നിങ്ങൾക്ക് ആ ഒരു സ്പിരിറ്റ് ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, കമാൻ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഓക്കെ, സോ അതിലേക്ക് നിങ്ങൾ ഹൈലി കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും റെയർ ആയിട്ടുള്ള സൈക്കിക് എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ലൈഫിലെ പുതിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നിങ്ങൾ സ്പെഷ്യൽ ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ പേഷ്യൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പതുക്കെയാണ്, ഒരു മരം ഉണ്ടായി വരുന്നത് പോലെയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് കൂടിയല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ ഓരോ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ, ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ഈവൻ ലൈക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് പോലും പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ട്രൂ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ട്രസ്റ്റ് മൈ വേർഡ്. ഓക്കെ, കാരണം ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്. കാരണം നിങ്ങളിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഒരു ക്രിയേറ്റർ ആവുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്ന ആളായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് എന്താന്നുള്ളത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ. കാരണം ഈ ഒരു ജേർണി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ, നിങ്ങൾക്ക് പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു എഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്റെ സോൾ പേർപ്പസ്, ഞാൻ എന്റെ ഹയർ സോൾ പേർപ്പസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ ഹയർ സോൾ പേർപ്പസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോബ് എന്റെ ഹയർ സോൾ പേർപ്പസുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്റെ ഹയർ സോൾ പേർപ്പസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ടോ ഞാൻ അതെല്ലാം ഫേസ് ചെയ്യാൻ ധൈര്യപൂർവ്വം റെഡി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫേം ചെയ്യാം. കാരണം ഗ്രൂപ്പ് നമ്പർ 2 ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഇത് ഈ ഒരു ജേർണി എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യുക, ഇത് ഡൈജസ്റ്റ് ആവുക എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂസ് അനദർ പാൽ. ഓക്കെ, കാരണം ഇത് കുറച്ച് ഇന്റൻസ് ആണ്. ഇത് കുറച്ച് ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, മെറ്റീരിയൽ ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ ഒരു ലോങ് ടേം ബ്ലെസ്സിങ് ആണ്. ഇത് നിങ്ങളുടെ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്, അത് ഒരുപാട് കാലത്തേക്ക് വേണ്ട കാര്യമാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഒരു ജേർണി അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ട്രഷർ, അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വിജയം എന്ന് പറയുന്നത് അത് ഒരുപാട് ആളുകളിലും കണക്റ്റഡ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ കാരണം ഒരുപാട് സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആത്മാഭിമാനം കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതെന്താണെന്ന് അറിയണം, അതിലേക്ക് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് ആദ്യത്തെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ട്രൈ ഇറ്റ്. നിങ്ങൾ ഹാം ചെയ്യാത്ത കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്താന്നുള്ളത്. കാരണം നിങ്ങളുടെ ഒരു പാത്ത് കണ്ടിന്യൂ ആവുന്നത് മേ ബി നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്നും ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ഹാബിറ്റിലേക്കോ അഡിക്ഷനിലേക്കോ ഒരു ടെംപ്റ്റേഷനിലേക്കോ പോകണം എന്നുള്ളതല്ല പറയുന്നത്. അതൊന്നും ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്തും ചില ആക്ഷൻസ് എടുക്കാനും ചിലതിലേക്ക് വരാനും ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾ മസ്റ്റ് ആയിട്ട് അലോ ചെയ്യണം. കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഒരു കുഞ്ഞു വാവേനെ പോലെയാണ്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഒരുപാട് കാര്യത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനറിയില്ല തെറ്റോ ശരിയോ ഒന്നും അറിയില്ല. ബട്ട് യു നീഡ് ടു അലോ യുവർ സെൽഫ്. കാരണം ഒരിക്കൽ കൈ പൊള്ളിയാലേ നമുക്ക് ഓക്കെ ഇത് പൊള്ളുന്ന കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ അത് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ സം ടൈം ഇതുപോലത്തെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് പറയാൻ, ബട്ട് this is your message. Okay, so നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hello group number 3, what major blessings are coming for you?
എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, ട്രസ്റ്റ്. Transformation occurs through acceptance. Once you accept the current situation, it will automatically transform. So ചില കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അത് നല്ലതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒന്ന് വിട്ട് വേറൊന്നിലേക്ക് വരുന്നൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓൾറൈറ്റ്, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ വിട്ടാലേ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കുമല്ലോ. എസ്പെഷ്യലി ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ഒരുപാട് ചേഞ്ചസ് കണക്ട് ആവുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേഷൻ അല്ലെങ്കിൽ ചില കാര്യത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ എന്താണോ സംഭവിക്കുന്നത് അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, സോ മേ ബി ലൈക്ക് എസ്പെഷ്യലി ലൈക്ക് ചില കണക്ഷൻസിന്റെ പേരിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, സോൾ കണക്ഷൻ. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ഇതുപോലത്തെ കണക്ഷൻസ് വിട്ടുകളയാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ മേ ബി ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ബോണ്ടിങ് ആയിരിക്കാം, ഒരു ട്രോമ ബോണ്ടിങ് പോലെ ചില ആളുകളോടുള്ള അഡിക്ഷൻ, അറ്റാച്ച്മെന്റ്, ഇതുപോലത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ബോണ്ടിങ് ആയിരിക്കാം. ഓക്കെ, ചില പ്ലേസിൽ നിന്ന് ഫിസിക്കലി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഓർ ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നല്ല രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ അവിടെ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവണം എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം ചില ട്രാൻസ്ഫോർമേഷൻ എന്ത് എടുത്താലാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത്. ചില ആളുകൾ എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫെമിനിൻ നേച്ചറാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ചില കാര്യത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയാലേ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില കണക്ഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, കാരണം ഈ ഒരു സമയത്ത് ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് സെർവ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകളുടെ എൻട്രി, ചില സ്പെഷ്യൽ കണക്ഷന്റെ എൻട്രി, അത് നിങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ട്വിൻ ഫ്ലെയിംസ്, യുവർ പാഷൻ ഇഗ്നൈറ്റ്സ്. സോ ഇത് ചില ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ട്രസ്റ്റ് ഇറ്റ്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അത് ചില ആളുകൾക്ക് സെയിം ജെൻഡർ ആയിരിക്കാം, നിങ്ങളുടെ അതേ ജെൻഡർ എന്നുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കാം. ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങള് നിങ്ങൾ ഡിസേർവ് ആണ്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യണം. എസ്പെഷ്യലി നിങ്ങളുടെ സോൾ ക്രേവ് ചെയ്യുന്ന ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അത് മീറ്റ് ചെയ്യാൻ നിങ്ങൾ ചില കണക്ഷൻസ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സോൾ ഒരുപാട് ഫുൾഫിൽഡ് ആവുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ അത് പല സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ലൈഫിൽ ഇത്ര കാലമായിട്ട് എന്താണോ നിങ്ങൾക്ക് അത്ര ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല, ഇനി അങ്ങനെ സംഭവിക്കില്ല, ഇനി എനിക്ക് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നത്, അത് സെർവ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വർത്ത് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, കാരണം ഇത് നിങ്ങളുടെ സോൾ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്? പോസിറ്റീവ് മൂവ്മെന്റ്സ് ഫോർവേഡ്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, കാരണം നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങൾ ഒരു ലക്ഷ്യമില്ലാണ്ട് പോയിട്ടുള്ളതായിരിക്കാം. ഓക്കെ, ഒരു ഐലൻഡിലൊക്കെ കുടുങ്ങിയ പോലെ, അല്ലെങ്കിൽ
ഉൾക്കടലിൽ കുടുങ്ങിയ പോലെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. 4 ഭാഗത്തേക്ക് നോക്കുമ്പോഴും നിങ്ങൾ കടലിൽ തന്നെയായിരിക്കാം കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങളൊരു കര കാണാൻ പോവാണ്. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ ചില ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരുപാട് കാലത്ത് ഒരു കാത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. ഇത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ കാണുന്നത്, എന്താണോ നിങ്ങളുടെ സോൾ, ആരാണോ എന്താണോ നിങ്ങളുടെ സോൾ ഡിസൈർ ഫുൾഫിൽ ചെയ്യുന്നത്, നിങ്ങളുടെ സോളിന്റെ അത്ര ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്നത്, അതേ കാര്യം നിങ്ങളുടെ പൊസിഷനിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുത്തുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളെ എങ്ങനെ കണ്ട രീതിയിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുപോലെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ, ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ക്രൗൺ ചക്ര ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്, ക്ലെൻസ് ആവുന്നുണ്ട്, അത് കത്തി ജ്വലിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ അതുപോലത്തെ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ ഉണർത്തുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഓക്കെ, സോ കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ജെന്യൂൻലി ഡിസൈർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ഇത് ചില ആളുകൾക്ക് പുതിയ എന്തെങ്കിലും സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3, ദിസ് ഇസ് മോർ അബൌട്ട് കണക്ഷൻ. ഓക്കെ, ഈ ഒരു റീഡിങ്, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൊസിഷൻ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആവുന്നുണ്ട്. കാരണം നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ സോളിന്റെ ആഗ്രഹം ഫൈനലി മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നമ്മളുടെ സോളിന്റെ ആഗ്രഹങ്ങൾ കണക്ട് ചെയ്യാന്ന് പറയുന്നത് അത് മേ ബി ഒരുപാട് കാലങ്ങളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം, കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കാം, കണ്ടെത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കാം, മറന്നുപോയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ആ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന് ഫൈനലി അതെന്താണോ കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന സന്തോഷമാണ് നിങ്ങൾ ഇതുപോലെ അവേക്കൻ ആക്കുന്നത്. ഓക്കെ, തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പേർപ്പസ് കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഫൈനലി നിങ്ങളുടെ സോൾ എത്തിപ്പെടേണ്ട ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, എവിടെ നിങ്ങളുടെ സർവീസ് സെർവ് ചെയ്യണം, എവിടെ നിങ്ങളുടെ സ്നേഹം സെർവ് ചെയ്യണം, എവിടെ നിങ്ങളെ തന്നെ സെർവ് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നിങ്ങളുടെ ഒരു സ്പെഷ്യൽ കണക്ഷൻ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് മാത്രം എന്നുള്ളതല്ല, ഇത് ചില ആളുകൾക്ക് നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നത് നിങ്ങളുടെ പൊസിഷൻ ആണ്, നിങ്ങൾ എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ പേർപ്പസ് ആണ്, ഹയർ പേർപ്പസ്. ഓൾറൈറ്റ്, ആൻഡ് അത് വെരി സൂൺ, അത് ലൈക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ടൈം മെമ്മറിയാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, സ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കണക്ഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 അത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ മറക്കില്ല. കാരണം ഇത് നിങ്ങളുടെ സോൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് ഓർ ലൈക്ക് നിങ്ങൾ ഒരു ടൈമിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ സോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സി അഗെയിൻ ലൈക്ക് ഇത് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നില്ല. അത് ഈവൻ കുറച്ച് സമയത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളെ ഡിസേർവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് ഫുൾഫിൽഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ആ ഒരു സമയത്ത് സംഭവിക്കുന്ന സമയത്ത് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. കാരണം അത് നിങ്ങൾ ഒരിക്കലും മറക്കാനാക്കാത്ത ചില മെമ്മറീസ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. Come on, group number 3, what's really going on? Harmony, again, like connection. Okay, so masculine feminine situation. Alright, so ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ ഇതിന് വേണ്ടി നിങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഇത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് ഫോക്കസ് ചെയ്യുക, സെൽഫ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ആളുകൾ, അത് ഈവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, സോൾ കണക്ഷൻ, സോൾ മേറ്റ് ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സോളിന് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം.
ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഇത് എപ്പോഴാ വരാ, ഇയാൾ എപ്പോഴാ വരാ, ഗോപു റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പേഴ്സൺ വരും എന്നുള്ളത്. ഇങ്ങനെ കാത്തിരിക്കരുത്. ഓക്കെ, ഇത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു വിസ്റ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ സോളിനെ കൂടുതൽ തിരിച്ചറിയുന്ന മൊമെന്റ്സ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇനീഷ്യലി പറഞ്ഞതുപോലെ ഫിസിക്കൽ സെപ്പറേഷൻ നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം ഈ സമയത്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഐഡിയാസ് ഡിഫറെന്റ് ആയിരിക്കാം, അവരുടെ ഇന്റൻഷൻ ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അവരുടെ സോൾ ഇന്റൻഷൻ ഡിഫറെന്റ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, അത് മേ ബി നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഫിസിക്കലി മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തെങ്കിലും യാത്ര നിങ്ങൾക്ക് ഇൻവോൾവ് ആവുന്നതും ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, കാരണം നിങ്ങൾ വേറെ പ്ലേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, വേറെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം, വേറെ കൺട്രിയിൽ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, വേറെ കൾച്ചറിൽ നിന്നുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ ചില തിരിച്ചറിവുകള്, ഇതുപോലെ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹങ്ങളും ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജേർണിയാണ്. കാരണം ഇത്ര കാലം നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. പക്ഷെ നമ്മൾ എന്താന്ന് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ടൈമില് അത് കംപ്ലീറ്റ്ലി ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു കറേജ്, ഗൈഡൻസ്, അതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇതുപോലത്തെ ഒരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ മിഡ് ഏജിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷന് ശേഷമായിരിക്കാം. ഓക്കെ, സോ ഒരേ അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് വർഷം പോയിട്ടുണ്ടായിരിക്കണം. ഫൈനലി യു ആർ കംപ്ലീറ്റ്ലി ഫ്രീ. Group number 3, let's take one more message. Passion ignite. And trust me, group number 3, your passion ignites. It's a double confirmation on your special connection. Okay, so എന്താണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ കൺഫർമേഷൻ. പാഷൻ ഇഗ്നൈറ്റ്സ്. സോ നിങ്ങളുടെ സോൾ ഒരുപാട് ഇറ്റ്സ് ലൈക്ക് എ ഫയർ. ഓക്കെ, ഒരു സ്പാർക്ക് തരുന്ന ഒരു ഫയർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സ്പെഷ്യലി വിത്ത് കണക്ഷൻ, ലവ്, റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഞാൻ എല്ലാവർക്കും പറയുന്നില്ല നിങ്ങൾ ട്വിൻ ഫ്ലെയിം വരും, സോൾമേറ്റ് വരും, അല്ലെങ്കിൽ അവരായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളത്. ഇത് ചില ആളുകൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. ആഗ്രഹിച്ചുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ വരുന്ന സമയത്ത്. ചില സിറ്റുവേഷൻ നിങ്ങളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം, എന്ത് ചൂസ് ചെയ്യണം, എങ്ങോട്ട് പോകണം. അതായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. കാരണം ചില ആളുകൾക്ക് നിങ്ങൾ മാറി നിൽക്കണ്ടേ, അല്ലെങ്കിൽ ഇത് നല്ലതാണോ അത് നല്ലതാണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താണ് ഈവൻ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. വെരി സൂൺ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇനി കുറച്ച് മുന്നോട്ട് നിങ്ങളുടെ ഒരു ജേർണിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആവുന്നില്ല. സോ അവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. നിങ്ങളുടെ സോൾ പേർപ്പസ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന്റെ കൂടെ ആയിരിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കണക്ഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓക്കെ എല്ലാവരും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ അത് വളരെ പേഴ്സണലി, വളരെ ഇമോഷണലി എടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് സെർവ് ചെയ്യാനുള്ള ഒരു ടൈമിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേർപ്പസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഗ്രോത്ത്, നിങ്ങളുടെ ഒരു പാഷൻ ഒക്കെ നിങ്ങൾ കൂടുതൽ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിലും നിങ്ങൾ അതേ ഐഡിയ ഉള്ള വ്യക്തി നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ തന്നെ കണ്ണാടി നോക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കും. ചില ആളുകൾക്ക് അത് സെയിം ജെൻഡർ ആണ്. ഓക്കെ, നിങ്ങളുടെ അതേ ജെൻഡറിലുള്ള ഒരു പേഴ്സൺ, നിങ്ങളുടെ അതേ ഇഷ്ടങ്ങള്, നിങ്ങളുടെ അതേ താല്പര്യങ്ങള്, നിങ്ങളുടെ അതേ ഡിസയർ ഒക്കെ ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ഓക്കെ ലൈക്ക് ദിസ് ഇസ് ദ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ തന്നെ ആണെന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ മേ ബി ലൈക്ക് ആ വ്യക്തി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഹെൽത്തി ഈഗോയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ ലൈഫ് കുറെ കാര്യങ്ങള് നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനും, പാഷനായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ടൈമിൽ വരുന്ന സമയത്ത്. ഓക്കെ, അത് ലവ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു
പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഇന്റൻഷൻ നിങ്ങൾ സെർവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.